ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ കഴിച്ച് നോക്കാൻ പോണത്. വാഴയിലയുടെ ഒരു മണം തന്നെ ഇപ്പോഴേ കൊതിയാവാൻ തുടങ്ങി. ഈ ദം ചെയ്യുന്ന പണിയാണ്. ബിരിയാണി പൊതിഞ്ഞ് ഇതിലകത്തേക്ക് വെച്ച് ആവി കയറ്റിയിട്ട് ദമ്മിടുകയാണ്. അത് അനുജയുടെ ഒരു പരീക്ഷണമാണ് അല്ലേ? നമ്മൾ ഇപ്പോൾ MBA ഒക്കെ കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ജോലി ചെയ്യണേക്കാളും ആസ്വദിച്ചാണോ ഈ ജോലി ചെയ്യണേ? തീർച്ചയായിട്ടും രണ്ടും രണ്ടാണ്. ഞാൻ MCOM പിന്നെ അത് പഠിച്ചതുകൊണ്ട് തന്നെ ഇത് വേറൊരു ജോലി അതും ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ ഒന്ന് ഹെൽത്ത് ബേസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് നമ്മളെ ലാപ്ടോപ്പിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പ്രോബ്ലമാണ്. അപ്പം ഇതും അതേ കണക്കാണ്. ഇത് പക്ഷെ ഭക്ഷണം ആൾക്കാർ കഴിക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് അവരെ അഭിപ്രായം പറയണ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയണ കേൾക്കുമ്പോൾ സന്തോഷമാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ബിരിയാണി കഴിക്കാൻ വന്നേക്കുക. തിരുവനന്തപുരത്താണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം. തിരുവനന്തപുരം വഞ്ചിയൂർ ജില്ലാ കോടതിയുടെ മുൻപിലായിട്ടാണ്. അനിജ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് അയച്ചതാ. ആള് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. MBA MCOM ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ കുക്കിങ്ങിനോടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഉള്ള ഒരു പാഷൻ കൊണ്ട് ഒരു 10-22 ബിരിയാണി ഉണ്ടാക്കി പകൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച സമയത്ത് വെക്കും. ഇനി വൈകുന്നേരമാണ് ആളുടെ ജോലിയിൽ കയറാം. അപ്പം അങ്ങനെ വളരെ മിടുക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ അവളുടെ വിശേഷങ്ങൾ നമ്മളൊന്ന് പങ്കുവെക്കണം. 140 രൂപയ്ക്കാണ് ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് കുക്കിംഗ് ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് പിന്നെ ദം ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതൊക്കെ കണ്ടോ, ഇതുപോലെയുള്ള ബോക്സിൽ ആണ് ബിരിയാണി കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം നമ്മൾ വാഴയിലയിൽ ദം ചെയ്ത ബിരിയാണി അല്ലേ, അതിന് പേപ്പറിൽ പോകുന്നു. അപ്പോൾ ആളുകൾക്ക് നേരെ ഇങ്ങനെ തന്നെ എടുത്തങ്ങോട്ട് കഴിച്ചാൽ മതി. പ്രകൃതിക്കും ദോഷമില്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും അവിടെ ഇട്ടു എന്നുള്ള പ്രശ്നവും ഇല്ല. ഈ ബോക്സിലാണ് കേട്ടോ ബിരിയാണി കൊണ്ടുപോകുന്നത്. അപ്പോൾ ചൂടാറാതെ ഇരിക്കുമല്ലോ. നമ്മളപ്പോൾ കുക്കിംഗ് എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. ഇതിലൊരു 8-10-12 എണ്ണം, മാക്സിമം 12 എണ്ണം അല്ലേ. ഇത് എന്നിട്ട് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കും. സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ, പിന്നെ ബാക്കിയുള്ള സീറ്റിൻ്റെ അടിയിലും കൂടെ. എത്ര ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂടാ? 20-അകത്ത്. ചിലപ്പോൾ ഓർഡർ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടും. എങ്ങനെയാ ഇതിലേക്ക് വരണേ? ഞാൻ ജോലി ഉണ്ടായിരുന്നു. അപ്പം നൈറ്റാ ജോലി. പിന്നെ ജോലി നിന്നൊക്കെ വിടണം എന്നുള്ളൊരു ആലോചനയുടെ പേരിലാണ് ഇത് ഫസ്റ്റായിട്ട് തുടങ്ങണത്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയും നല്ലതാന്ന് പറയും. അപ്പം അതുകൊണ്ട് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ? അതെ, കുക്കിംഗ് ഇഷ്ടമാണ്. ഇപ്പൊ എത്ര ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട്? 5 ദിവസം. 5 ദിവസത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാ? 5 ദിവസം ആദ്യം യൂഷ്വലി പോകാൻ ഭയങ്കര പാടായിരുന്നു. അത് കഴിഞ്ഞിപ്പം കോടതിയുടെ അവിടെ ആയതുകൊണ്ട് വന്ന് റെഫറൻസ് വെച്ചിട്ട് പോകുന്നുണ്ട്. കഴിച്ചവർ തിരിച്ച് വരുന്നുണ്ട്? വരുന്നുണ്ട്. ചോദിച്ചു വരുന്നുണ്ട്. എത്ര രൂപയ്ക്കാ കൊടുക്കാം നമ്മള്? 140 രൂപയ്ക്കാണ്. ഡെലിവറി ഉണ്ടെന്നുണ്ടെങ്കിൽ 145. ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴേ അവരൊക്കെ എന്താ പറഞ്ഞേ? ഇങ്ങനെ റോഡിൽ കൊണ്ടുപോയി ബിരിയാണി വെക്കണോ എന്നൊക്കെ പറയുമ്പോ അവർക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അധികം ഇൻഫ്ലുവൻസ് അകത്ത് കയറി സംസാരിക്കുന്ന ആൾക്കാരല്ല. ആരെങ്കിലും പറഞ്ഞോ അത് പറ്റിയ പണിയല്ല, അത് വേണ്ട, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. അത് എന്താണോ ഇഷ്ടം കണക്ക് അതേപോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു ഭാഗ്യല്ലേ. അതെ, അതെ, ഒന്നിനും എന്നെ ഇങ്ങനെ ഇത് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാ ദിവസവും ഉണ്ടോ? അതേ ഞായറാഴ്ച ദിവസം അവധിയാണ്? സൺഡേ അവധിയാണ്. സൺഡേ മാത്രം ഇല്ല. എപ്പോഴാ ഇവിടെ നിന്ന് ഇറങ്ങാ? വീട്ടിൽ നിന്ന് എപ്പോഴാ ഇറങ്ങാ? ഞാനൊരു 11-11:30, ഒരു 12-ന്റെ അകത്തൊക്കെ. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 12 o'clock കോടതിയുടെ അവിടെ എത്തും. ചിലപ്പോ 12:15 അങ്ങനെ ഒരു ഇതിലേക്ക് ചിലപ്പോ പോവും. തീരുമ്പോ പറയാൻ പറ്റില്ല. അതെ, ചിലപ്പം 1:30-1:45 മണിക്കകത്ത് തന്നെ തീരും. ചിലപ്പോ 3 മണി വരെ കാണും. എന്നാലും തീർന്നിട്ടേ പോരുള്ളൂ. അതെ, നിന്നിട്ടേ 3 മണി വരെ. ആദ്യത്തെ ദിവസമൊക്കെ കുറച്ച് കഷ്ടമായി. അതെ, ആദ്യത്തെ ദിവസം ഒന്നും പോയില്ല. പിന്നെ ജനറൽ ഹോസ്പിറ്റൽ, ഞാനും എന്റെ ഫ്രണ്ട് ഗായത്രി പറഞ്ഞിട്ട് അവളുടെ ഞാനും കൂടെ ജനറൽ ഹോസ്പിറ്റലിന്റെ അവിടേക്ക് ഒരു 5 പേർക്കൊക്കെ കൊടുത്തു. എന്നിട്ട് ബാക്കി അല്ലാതെ കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ കളഞ്ഞില്ല, പക്ഷേ കളഞ്ഞില്ല, ആവശ്യമുള്ളവർക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ദിവസം ഒരു 8 എണ്ണം പോയി. പിന്നെ കൂടി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇന്ന് 6ാമത്തെ ദിവസമാണ്.
അപ്പൊ സന്തോഷാണ് അല്ലേ, ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുന്നത്. ഈ സാധനങ്ങൾ മേടിക്കുന്നതൊക്കെയോ എല്ലാം ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക്. എന്നാലും ഇത് വെളുപ്പിന് എണീക്കണം, ഈ തീയുടെയും അടുപ്പിന്റെ ഒക്കെ ചൂടിലൊക്കെ നിൽക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോ അല്ലെ, പാത്രങ്ങൾ കഴുകണം, കുറെ പണികൾ ഇതിന്റെ ബാക്കിലുണ്ട്. അത്ര ഈസി ഒന്നും അല്ല, ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു പണിയല്ല. അപ്പൊ അത് പക്ഷെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോ നന്നായിട്ടൊക്കെ പോവുകയാണെങ്കിലേ ഭാവിയിൽ നമുക്കൊരു ഹോട്ടലൊക്കെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദൂരക്കാഴ്ചയും കൂടെ അതിനകത്തുണ്ട്. അതെ, തീർച്ചയായിട്ടും ഒരു ഹോട്ടലായിട്ട് തന്നെ എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നല്ലതാണെന്ന് എല്ലാവരും പറയുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹോട്ടലും കൂടെ തുടങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം നിങ്ങളെ ബിരിയാണി മാത്രം വെച്ചിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തോടൊരു കമ്മിറ്റ്മെന്റും കൂടി വേണം എന്ത് ചെയ്താലും. അപ്പൊ അത് നിങ്ങളുടെ പാഴ്സൽ ഞാൻ അതാ പറഞ്ഞത്. കാരണം ആ ഇലപ്പൊതികളിൽ കൊടുക്കുമ്പോൾ എവിടെയും അത് വേസ്റ്റ് ആയിട്ട് പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള മോശമാക്കുന്നില്ല. അങ്ങനെ അത്തരം കാഴ്ചപ്പാടുള്ള ആളുകൾ വലിയ ഹോട്ടലുകളും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വരട്ടെ. എല്ലാവിധ ആശംസകളും. ആദ്യമൊക്കെ കുറെ ഇങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പം അരി ഡ്രൈ ആയി പോവും. അപ്പൊ നമ്മൾ പാഴ്സൽ ചെയ്യുമ്പോൾ ഡ്രൈനെസ് കൂടുതൽ. അപ്പൊ ആ ഡ്രൈനെസ് ഒക്കെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളൊരു ചിന്തയെന്നാണ് അങ്ങനെ വെച്ച് തന്നെ ദമ്മ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുത്തത്. അതാണ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പരീക്ഷ. അതെ, പരീക്ഷണം പറഞ്ഞിട്ട് ഞാനത് പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. ഫ്ലോപ്പ് ആവോന്ന് അറിയില്ല, പക്ഷെ ദൈവം സക്സസ് ആയത്. ഇനി സക്സസ് ആവട്ടെ. ഇനിയിപ്പോ നമുക്ക് അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ BS ബിരിയാണി എന്നൊരു ബ്രാൻഡ് ഉണ്ടായി വരട്ടെ. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഇന്ന് ഭയങ്കര മഴ പെയ്തോണ്ടാണ് ഇവിടേക്ക് നിൽക്കുന്നത്. സാധാരണ ഇവിടെ അല്ല, അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ആള് നിക്കാട്ടാ. അപ്പൊ മഴ ശല്യമായി കഴിയുമ്പോ ഇപ്പൊ നിലവിൽ കൊടയോ അങ്ങനെ സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല, ബോർഡും ഇല്ല. ഈ ഒരു പെട്ടിയുമായിട്ട് ആള് നിൽക്കണ്ടോ. ഇനിയും കുറച്ചും കൂടി ആളുകളൊക്കെ, ഇന്നിപ്പോ 6ാമത്തെ ദിവസം ഇത്ര ആയിട്ടുള്ളൂ. അപ്പൊ ആളുകളൊക്കെ അറിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ വരുമ്പോ നമുക്കൊരു ബോർഡൊക്കെ വെച്ച് കൊടയൊക്കെ വെച്ചിരിക്കാം. മഴ പെയ്യുമ്പോഴേ ഇങ്ങടേക്ക് നീക്കും, പിന്നെ വീണ്ടും മഴയൊന്ന് കുറയുമ്പോൾ ആളവിടെ കൊണ്ടുവയ്ക്കും. നല്ല കഷ്ടപ്പാടുണ്ട്, നമ്മളിങ്ങനെ പുറമേന്ന് കാണുന്ന മാതിരിയല്ല. നിങ്ങൾ വരുന്ന ആളുകളെ ഇവിടെയാണ് ആള് നിൽക്കാന്നൊക്കെ ഉണ്ടാവും. ജില്ലാ കോടതിയിൽ നിന്ന് എഴുതി വെച്ചിട്ടില്ല, അതിന്റെ തൊട്ട് ചേർന്നിട്ടുണ്ടാവും. മഴ പെയ്യുവാണെങ്കിൽ മാത്രം അവിടെ ഒരു ഒഴിഞ്ഞു കിടക്കണ തട്ടുകട ഉണ്ട്, അവിടോട്ട് മാറിയിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്നാലും കഴിക്കാൻ പറ്റൂലല്ലോ, മേടിച്ചിട്ട് പോവാം. എന്നിട്ട് നമുക്ക് വേറെ എവിടെന്നെങ്കിലും കഴിച്ച് നോക്കിയിട്ട് ഞാൻ അതിന്റെ അഭിപ്രായം പറയാം. അപ്പൊ അതെ, അനുജയുടെ അടുത്തുനിന്ന് BS ബിരിയാണി മേടിച്ചോണ്ട് വന്നു. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കലേ നടക്കുള്ളൂ. നമുക്ക് അവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അത് കാരണം കഴിക്കാനുള്ള ഒരു ഇരുന്നോ ഒന്നും കഴിക്കാനുള്ളൊരു സൗകര്യം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കാറിലിരുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ വാഴ ഇലയിൽ ദം ചെയ്ത ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ കാണുന്നത്. പല ദം ചെയ്യണ ബിരിയാണി കഴിച്ചു, പക്ഷേ വാഴ ഇലയിൽ എന്തൊരു മണമാ. തിരിച്ചു വയ്ക്കാം. നോക്കിയേ, ഇതുപോലെ 2 നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല മറ്റേ വാഴയില പൊതിഞ്ഞു വെച്ചതിൻ്റെ ഒരു മണം അല്ലാതെ അതിൻ്റെ ആ ഒരു മസാലയുടെ മണം ഒക്കെ. ചോറിങ്ങനെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരുന്നോണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണതേ. പക്ഷെ എന്നാൽ ഞാൻ വെച്ചാൽ ആദ്യം വേവധികമായിരുന്നു, പക്ഷെ വേവധികമായിട്ടൊന്നുമില്ല. അങ്ങനെ പൊതിഞ്ഞ് അമുക്കി വെച്ചോണ്ട് ഇങ്ങനെ ആയിപ്പോയതാണ്. നല്ലോണം മല്ലിയിലയും പുതിനയിലയും പിന്നെതാ ഈ ഇല ബേ ലീഫ് അങ്ങനെയാണോ പറയുക. അപ്പം ഇതൊക്കെ ചേർത്ത് നല്ലതായി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഓവറായിട്ട് ഒട്ടും ഇങ്ങനെ എരിവോ അങ്ങനെ സ്പൈസിയോ അങ്ങനത്തെ സാധനമല്ല. കൊള്ളാം. വെളുപ്പിന് തുടങ്ങുന്നതാണ് കേട്ടോ. ഒറ്റയ്ക്കേ ഉള്ളൂ, എല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ വെളുപ്പാങ്കാലം 5 മണി മുതൽ പണിയും ഒരു 10-10:30 ആകുമ്പോഴേക്കും എല്ലാം ഏകദേശം ഫിനിഷാവും. ഇവിടെ വരും, ഇവിടെ വന്ന് നിൽക്കും. എപ്പോഴാണോ തീരുക അപ്പോഴേ പോവുള്ളൂ. ഇത് ഓർഡർ അനുസരിച്ചിട്ട് ആൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു 10-60 ബിരിയാണി വരെയൊക്കെ ആയാലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ വിളിക്കാം, ഒരു സഹായം കൂടിയാണ്. കാരണം ഒരാളൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങുന്നതാണല്ലോ, വലിയ മൂലധനം ഒന്നുമില്ല, പക്ഷേ പുള്ളിക്കാരിക്ക് ഇതിനോടാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു റിസ്ക് എടുത്തേക്കണം, ശരിക്കും ഒരു റിസ്ക് എടുത്തേക്കണതാണ് ഇത്. എനിക്ക് ശരിക്കും കഷ്ടം തോന്നി. കാരണം ആ മഴയത്തൊക്കെ അവിടെ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകേണ്ടി വന്നെന്നോ.
അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇനി ഇത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ജോലിക്ക് കയറുകയും വേണം. അപ്പോൾ അത് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ അത്രയും കഷ്ടപ്പെടുകയാണ് ഈ ഒരു പാഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് വന്നത്. അപ്പോൾ നിങ്ങൾ വഞ്ചിയൂർ ഭാഗത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അനുജയുടെ BS ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കിക്കോ. വാഴയിലയിൽ ദം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 140 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.